നമസ്കാരം. ഇറാനെ അനുസരിപ്പിക്കാനാവില്ല മക്കളെ. ഇത് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമൈനി അമേരിക്കയെ നോക്കി പറയുകയാണ്, നിർത്തിവെച്ച ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനായി യൂറോപ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നടത്തുന്ന ശ്രമങ്ങൾ ഏതാണ്ട് പൂവണിയുന്ന ഘട്ടത്തിലാണ് ഖൊമൈനിയുടെ ഈ മലക്കം മറിച്ചിൽ. ഇതൊരു തന്ത്രപ്രധാനമായ ഒരു മലക്കം മറിച്ചിലായി വേണമെങ്കിൽ കരുതാം. കാരണം ഇറാൻ കീപ്സ് ദി വേൾഡ് നേഷൻസ് ഗെസ്സിംഗ്. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? അമേരിക്കയുമായി നിർത്തിവെച്ചതും ഇപ്പോൾ പുനരാരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുമായ ഇറാൻ ആണവ ചർച്ചകൾ, അതാണല്ലോ വിഷയം. നോക്കൂ, 12 ദിവസത്തെ യുദ്ധം, അത് ജൂൺ മാസത്തിൽ നടന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിക്കുന്നത് ഇറാന്റെ ആണവ ഇൻസ്റ്റലേഷൻസ്, അമേരിക്കയുടെ B-2 ബോംബറുകൾ നശിപ്പിക്കുന്നതായിട്ടാണ്. പക്ഷെ നശിപ്പിച്ചോ എന്നത് മറ്റൊരു ചോദ്യം. നശിപ്പിക്കുന്നതായി ഒരു പ്രതീതി ജനിക്കുകയും ആണവ ബങ്കറുകൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കുകയും ഇറാനെ ഫിസൈൽ മെറ്റീരിയൽ യുറേനിയം 235 സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കാനായി സമയം നൽകുകയും ഒക്കെ ചെയ്ത ഒരു തരം അഡ്ജസ്റ്റ്മെന്റ് ആക്രമണം നമ്മൾ കണ്ടതാണ്. ഇറാൻ അമേരിക്കൻ താവളത്തിനെതിരെ, ഖത്തറിലെ അമേരിക്കൻ വ്യോമ താവളത്തിന് നേരെ നടത്തിയ വലിയ ആക്രമണം, അതിൽ ഒരു നാശനഷ്ടവും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഇതിലൊരു ഒത്തുകളി നമുക്ക് ആരോപിക്കാം. ഈ ഒത്തുകളി ആരോപണം നിലനിൽക്കെ തന്നെയാണ് ഇറാന്റെ നേതാക്കൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഈ 3 രാജ്യങ്ങളുമായി നിരന്തര ചർച്ചയിലായിരുന്നു കഴിഞ്ഞ 2 മാസം. അപ്പോൾ എല്ലാ യൂറോപ്യൻ തലസ്ഥാനങ്ങളും, പാരീസും ലണ്ടനും ഉൾപ്പെടെയുള്ള എല്ലാ യൂറോപ്യൻ തലസ്ഥാനങ്ങളിലും ഇറാനിയൻ നേതാക്കൾ ചെന്ന് ചർച്ച ചെയ്യുകയും മധ്യസ്ഥന്മാരില്ലാതെ തന്നെ നേരിട്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത് വരികയും ചെയ്യുക വഴി ഒരു ചർച്ചയായി. കാരണം ഇറാന്റെ ആണവ പദ്ധതി അമേരിക്കയേക്കാൾ കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ്. കാരണം അതൊരു ജിയോഗ്രാഫിക്കൽ പ്രോക്സിമിറ്റിയാണ് അതിന്റെ പ്രധാന കാരണം. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇറാന്റെ സ്ഥാനം എന്ന് പറയുന്നത് യൂറോപ്പുമായി സാമാന്യമെടുത്താണ്. അമേരിക്ക വളരെ അകലെ കിടക്കുന്ന സ്ഥലമാണ്. യൂറോപ്പിലെ എല്ലാ നഗരങ്ങളും ഹിറ്റ് ചെയ്യാനുള്ള ഒരു മിസൈൽ കേപ്പബിലിറ്റി ഒരുപക്ഷെ ഇറാൻ ഇപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഇറാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ യൂറോപ്യൻ നഗരങ്ങളിൽ ഉൾപ്പെടെ നാശം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് ആണവ ക്ലബിലേക്ക് 10ാമത്തെ രാജ്യമായി ഇറാൻ കടന്നു വരുന്നത് ഏറ്റവും അധികം ആശങ്കയോടെ കാണുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്, അമേരിക്കയല്ല. അതേസമയം അമേരിക്കയ്ക്ക് ഇതിലൊരു ആശങ്കയുണ്ട്, പ്രതീക്ഷയുമുണ്ട്. അതുകൂടി പങ്കുവച്ചാൽ മാത്രമേ ഇപ്പോൾ എന്തുകൊണ്ട് ഇറാൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു, എന്തുകൊണ്ട് അമേരിക്ക സാമാന്യം സൈലന്റായി ഇതിനോട് പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാവൂ. നോക്കൂ, ഇറാന്റെ മണ്ണിന് ചുറ്റും വലിയ രീതിയിലുള്ള അമേരിക്കൻ സായുധ വിന്യാസമുണ്ട്. മധ്യപൗരസ്യ പ്രദേശത്തെ 8 അറബി രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. ഈജിപ്തിൽ, സിറിയയിൽ, ഇറാഖിൽ, അതുപോലെ ഖത്തറിൽ, UAE-യിൽ, ബഹ്റൈനിൽ, സൗദി അറേബ്യയിലും ഉൾപ്പെടെ രാജ്യങ്ങളിൽ അമേരിക്കൻ താവളങ്ങളുണ്ട്. അപ്പൊ ഈ താവളങ്ങൾ 19 താവളങ്ങളാണ് ആകെപ്പാടെയുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താവളമായ ഖത്തറിലെ താവളത്തിലേക്കാണ് ഇറാൻ അന്ന് ആക്രമണം നടത്തിയത്. നോക്കൂ, ഈ താവളങ്ങളുടെ സുരക്ഷ അപകടത്തിലാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നാം. ഇറാന്റെ ആണവ മിസൈലുകൾ ഈ താവളങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്താൽ ഉണ്ടാകാവുന്ന നാശനഷ്ടം അതൊരു വശം. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യം വളരെ കുറവാണ്. കാരണം അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അവിടെ ഒന്നാന്തരമായി പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷെ അമേരിക്ക ഇതിനകത്തൊരു സാധ്യത കാണുന്നുണ്ട്. അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ത്രെട്ടിലാണ്. ഇസ്രായേൽ മാത്രമല്ല, ഇറാന്റെ ആണവ പദ്ധതിയെ ഏറ്റവും അധികം ഭയക്കുന്നത് മറ്റാരുമല്ല, അമേരിക്കയുടെ സഖ്യകക്ഷിയായ സൗദി അറേബ്യയാണ്. അതുകൊണ്ട് സൗദി അറേബ്യയുടെയും UAE-യുടെയും ഇൻസ്റ്റലേഷൻസിനെ സംരക്ഷിക്കാൻ ദീർഘകാലത്തേക്ക് അമേരിക്കൻ സൈനിക താവളങ്ങൾ അവിടെ ഉണ്ടാകേണ്ടി വരും. അതൊരു സാധ്യതയായി അമേരിക്ക കാണുന്നു. അതുകൊണ്ടാണ് ഇറാനെ ആണവ ശക്തിയായി നിലനിർത്തേണ്ടത് ഇറാന്റെ ആവശ്യമല്ല, മറിച്ച് അമേരിക്കയുടെ ആവശ്യമായി വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇറാന് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇറാൻ ഏത് ലെവൽ വരെ പോകും
എന്ന് അമേരിക്കക്ക് അറിയാം. ഇറാൻ ആ ലെവൽ വരെ പോകണം, ഒരു പരിധിയിൽ കൂടുതൽ പോകുന്നത് അമേരിക്കക്ക് ത്രട്ടാകുന്ന, ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ത്രട്ടല്ല എന്നോർക്കണം. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നു. ശരിയാണ്, അത് ചെങ്കടൽ വഴിയുള്ള ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസവും ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായി. സനായ്ക്ക് നേരെ, ഹൂതി വിമത കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. അവിടുത്തെ എണ്ണ സംഭരണശാലകൾ നശിപ്പിക്കുകയുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് ഹൂതികൾ മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിടുകയും ചെയ്യുന്നു. ഇറാൻ എത്ര കാലം ഈ പ്ലോയ് ഉപയോഗിക്കും? ഏതെങ്കിലും കാരണവശാൽ ഇറാന്റെ ഫിസൈൽ മെറ്റീരിയൽ, ഇറാന്റെ പ്രോക്സി ഹിസ്ബുള്ളയ്ക്ക് അല്ലെങ്കിൽ ഹൂതിക്ക്, ഹമാസിനെ ഇനി അധികം ഭയക്കേണ്ടതില്ല എന്നതാണ് നിഗമനം. കാരണം ഗാസ ഏതാണ്ട് പൂർണ്ണമായി കീഴടക്കാനുള്ള ഒരു സിസ്റ്റത്തിലാണ്, ഒരു ശ്രമത്തിലാണ് ഇസ്രായേൽ. ഒരു പക്ഷേ അത് സാധ്യമായേക്കാം ബലപ്രയോഗത്തിലൂടെ. ഹമാസ് സന്ധിക്ക് തയ്യാറായി വരുമ്പോഴും ഇസ്രായേൽ അത് അനുവദിക്കുന്നില്ല എന്നോർക്കണം. അതിനർത്ഥം ഗാസ സിറ്റി ഉൾപ്പെടെ 10 ലക്ഷത്തോളം ജനങ്ങൾ അധിവസിക്കുന്ന ഗാസ സിറ്റി ഉൾപ്പെടെ നേരിട്ട് പിടിച്ചെടുത്ത് ഇസ്രായേലിനെ നിയന്ത്രണത്തിലാക്കുക എന്നതാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും എല്ലാം ചേർന്ന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന പദ്ധതി. നമുക്കതിന്റെ ഭാവി അറിയില്ല, അതവിടെ നിൽക്കട്ടെ. ഇറാനിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഇറാൻ വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി നേരിടുന്നു. അത് ഡിഫാക്ടോ ഭീഷണിയാണ്. ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാം ഭീഷണി നേരിടുന്നു. അപ്പോൾ ഏറ്റവും നല്ല ഡിറ്ററൻസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഡിറ്ററൻസ് തന്നെയാണ്. ആണവ പ്രതിരോധം, അതായത് ആക്രമിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മറ്റൊരു രാജ്യത്തിന്റെ ആക്രമണം പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല നിലപാടാണ് ന്യൂക്ലിയർ ഡിറ്ററൻസ്. ഇന്ത്യ ആക്രമണ വിധേയമാകാതെ നിൽക്കുന്നതിന്റെ, ചൈനീസ് ഓർ പാകിസ്ഥാനി വൻതോതിലുള്ള ആക്രമണം ഉണ്ടാകാത്തതിന്റെ കാരണം പ്രധാനമായും ന്യൂക്ലിയർ ഡോക്ട്രിനാണ്, ന്യൂക്ലിയർ ഡിറ്ററൻസ് ആണ്. ഇത് ഇറാന് അതിനുള്ള അനുവാദമുണ്ട്, അവകാശമുണ്ട്, അർഹതയുണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ ഇറാനിയൻ നേതൃത്വത്തെക്കുറിച്ച്, ഇറാന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച്, ഇറാന്റെ കയ്യിൽ എത്രത്തോളം സുരക്ഷിതമായിരിക്കും ആണവായുധങ്ങൾ എന്നതിനെ കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു സംശയമുള്ളത് കൊണ്ടാണ് ആണവ ക്ലബിലേക്ക് കടക്കുന്നത്. ഒരു ത്രഷോൾഡ് പവറായി നിലനിർത്തുകയും ഏത് നിമിഷവും ആണവായുധങ്ങൾ ഉണ്ടാക്കാം എന്ന് പ്രതീതി ജനിപ്പിക്കുകയും, എന്നാൽ യഥാർത്ഥത്തിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ആണവ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇത് തിരിച്ചറിയാവുന്നത് കൊണ്ടാവണം ഇറാനിയൻ സുപ്രീം ലീഡർ ആയത്തുള്ള ഖമനേയി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഇറാനെ സമ്മർദ്ദപ്പെടുത്തി കരാർ ഒപ്പിടിപ്പിക്കാൻ ആവില്ല. ഞങ്ങൾ അറാക്ചിയെ വെളിയിലേക്ക് വിടും, അദ്ദേഹം ചർച്ച ചെയ്തു എന്നിരിക്കാം. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത രീതിയിൽ നിർബന്ധപൂർവം ഡോട്ടഡ് ലൈനിൽ ഒപ്പിടിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് എ കാറ്റ് ആൻഡ് മൗസ് ഗെയിം പ്ലേഡ് ബൈ ഇറാൻ. അതിനുള്ള അർഹത ഇറാനുണ്ട്. കാരണം ഇറാൻ എന്ന പരമാധികാര രാജ്യത്തിന് നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ പലപ്പോഴും ഈ ചേരിതിരിഞ്ഞ് ഇറാൻ അനുകൂലം, ഇസ്രായേൽ അനുകൂലം, അല്ലെ അമേരിക്ക അനുകൂലം, അങ്ങനെയല്ല. ഒരു വിഷയത്തെ അതിന്റെ സമഗ്രതയിൽ അവലോകനം ചെയ്യുമ്പോൾ ഒരു പക്ഷം പിടിച്ചുകൊണ്ടല്ല, ഒരു രാജ്യം, ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, ഇറാൻ എന്ന രാജ്യത്തിന് നിലനിൽക്കാനുള്ള അവകാശമുണ്ട്, ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. സ്വതന്ത്ര പരമാധികാര പലസ്തീൻ ജനതയുടെ അവകാശമാണ്. ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു പരിധി ലംഘിച്ചുകൊണ്ടുള്ള കായിക സമ്മർദ്ദങ്ങൾ, യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്ന നിലപാട്. അത് നിലപാടാണ്. അല്ലാതെ ഇറാൻ അനുകൂല നിലപാട് എന്നോ ഇസ്രായേൽ അനുകൂല നിലപാടെന്നോ അല്ലെങ്കിൽ ഇറാന്റെ ആണവ പദ്ധതിയെ വാഴ്ത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുക എന്നതല്ല. റെസ്പോൺസിബിൾ ഹാൻഡ്സിൽ ഇറാന്റെ ആണവ ആയുധങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഘടനാപരമായ സംവിധാനങ്ങൾ IAEAയ്ക്കും ലോക ഏജൻസികൾക്കും ഉണ്ട് എങ്കിൽ ഇറാനെ സമ്മർദ്ദപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ആ ഒരു സെൻസിലാണ് ഇറാനിയൻ നേതാവിന്റെ പ്രഖ്യാപനങ്ങളെ കാണേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ പറയാതെ ഇറാനെ കുറിച്ചുള്ള ഈ ചർച്ച പൂർണ്ണമാവില്ല. ഇറാൻ നൗ ഹാസ് മെനി ഓപ്ഷൻസ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ ഇറാൻ ഏതാണ്ട് ഉപരോധങ്ങളാൽ ഒറ്റപ്പെടും. കാരണം ആണവ ചർച്ചയിൽ ഏർപ്പെടുന്നില്ല എങ്കിൽ പിന്നീട് സ്നാപ്പ് ബാക്ക് എന്നൊരു പദ്ധതിയുണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെ കെയർ ഓഫിലുള്ള സ്നാപ്പ് ബാക്ക് പദ്ധതിയിൽ ഒരു രീതിയിലും ഇറാനിലേക്ക് വസ്തുക്കൾ കടത്തു പോകാത്ത രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്താൻ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് സ്നാപ്പ് ബാക്ക് ഒന്നും വലുതായിട്ട് ഏശില്ല എന്നത് മുൻകാല അനുഭവമാണ്. കാരണം യുണൈറ്റഡ് നേഷൻസിന്റെ സാങ്ഷൻസ് നിലനിർത്താനുള്ള ഒരു കപ്പാസിറ്റി വളരെ കുറവാണ്.
പ്രത്യേകിച്ച് ചൈന വലിയ തോതിൽ ഇറാന്റെ എണ്ണ വാങ്ങുന്ന സ്ഥിതിക്ക് ഇറാന്റെ ഉൽപാദനത്തിന്റെ 90%, 80 മുതൽ 90% ഓയിൽ വാങ്ങുന്നത് ചൈനയാണ്. ചൈന റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും മാത്രമാണ് ഓയിൽ പ്രധാനമായും വാങ്ങുന്നത്. ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ പൂർണ്ണ പരാജയത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ 27-ാം തീയതി, ഓഗസ്റ്റ് 27-ാം തീയതിയാണ് പിഴ ചുങ്കം നിലവിൽ വരുന്ന ഇന്ത്യക്കെതിരെ. അങ്ങനെ നിലവിൽ വന്നാൽ ഇന്ത്യ മാറി ചിന്തിച്ചു കൂടായികയില്ല. 2019 വരെ ഇറാനിൽ നിന്നും കാര്യമായ എണ്ണ ഇന്ത്യ വാങ്ങുന്നുണ്ടായിരുന്നു. 2019-ൽ ട്രംപിന്റെ ആദ്യ ഭരണകൂടത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കൺസിഡറബിളി കുറച്ചു. ഇറാൻ ഉപരോധം നേരിട്ടപ്പോൾ ഇന്ത്യ തന്ത്രപരമായ ഒരു പിൻവാങ്ങൽ നടത്തി. ഒരിക്കൽ കൂടി ഇറാൻ എണ്ണ വാങ്ങാൻ ഇന്ത്യ സന്നദ്ധമാവുകയാണെങ്കിൽ തീർച്ചയായും കളി മാറും. അപ്പൊ ചൈന, റഷ്യ, ഇന്ത്യ, ബ്രിക്സിലെ മറ്റൊരു പങ്കാളി രാജ്യമായ പുതിയതായി ചേർന്ന ഇറാൻ, ഈ രാജ്യങ്ങളെല്ലാം കൂടുതൽ സഹകരണം വ്യാപിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ നിയന്ത്രിക്കാനായി ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇറാൻ തിരിച്ചടി നൽകുന്നത് വ്യാപാരപരമായ ചില നീക്കങ്ങളിലൂടെയാകാം. ഇന്ത്യ അമേരിക്ക ചർച്ചകളുടെ കൂടി പശ്ചാത്തലത്തിൽ വേണം ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നീക്കങ്ങളിലും ഇറാന്റെ പ്രതികരണങ്ങളെയും എല്ലാം വായിച്ചു കാണാൻ. ഇത് കേവലം വ്യാപാരം മാത്രമല്ല, കേവലം ആണവ പ്രതിരോധം മാത്രമല്ല വിഷയം. സമഗ്രമായ ഒരു അവലോകനത്തിലൂടെ മാത്രമേ ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട് മനസ്സിലാവൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരു രാജ്യത്തെയും പൂർണ്ണമായി ഒറ്റപ്പെടുത്തിക്കൊണ്ട് ചട്ടം പഠിപ്പിക്കാൻ ലോക പോലീസായ അമേരിക്ക ശ്രമിക്കാതെ ഇരിക്കട്ടെ. അങ്ങനെയൊന്നും നടക്കില്ല. കാരണം ഇപ്പോൾ ഒരു ഏകധ്രുവ സംവിധാനമല്ല, ഇതൊരു മൾട്ടിപോളാർ വേൾഡ് ആണ്. അത് മാത്രമല്ല അതിൽ നിന്നൊരു ആറ്റമൈസ്ഡ് വേൾഡ് ഓർഡറിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് ഓരോ രാജ്യത്തിനും റെസ്പോൺസിബിളായി നിലനിൽക്കാനും അതിന്റെ ഭാഗം പറയാനുമുള്ള അവകാശം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.